നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആവോലിയിൽ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. 11ാം വാർഡ് UDF സ്ഥാനാർത്ഥിയുടെ പരസ്യ ബോർഡുകളാണ് നശിപ്പിച്ചത്. പോലീസിൽ പരാതി നൽകി സ്ഥാനാർത്ഥി. വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ആരംഭിച്ചു. +2 വിദ്യാർത്ഥികൾക്കായാണ് പ്രദർശനം. 2000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. മറുനാട്ടിൽ നിന്നെത്തിയ കലോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് അപൂർവ വിശ്വാസ്. പശ്ചിമ ബംഗാൾ സ്വദേശിയായ അപൂർവ വിശ്വാസ് 9ാം ക്ലാസ്സുകാരനാണ്. മൊയ്തുവിന്റെ മക്കൾ ഇടത്തും വലത്തും. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും ഗ്രാമപഞ്ചായത്തിലുമാണ് സഹോദരിമാർ മത്സരിക്കുന്നത്. സീനത്ത് മീരാനും റംല കബീറുമാണ് മത്സരരംഗത്ത്. വാവേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. മതിലും കൃഷിയിടങ്ങളും തകർത്തു. ഇന്ന് പുലർച്ചെ 4ഓടെയാണ് ആന ഇറങ്ങിയത്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സ്ഥാപിച്ച ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. ആവോലി പഞ്ചായത്ത് 11ാം വാർഡ് UDF സ്ഥാനാർത്ഥിയുടെ പരസ്യ ബോർഡുകൾ നശിപ്പിച്ചതായാണ് പരാതി. പരീക്കപ്പീടിക ഗ്യാസ് ഗോഡൌണിന് സമീപത്തും ഇമ്മാനുവൽ നഗറിന് സമീപത്തും സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ മുൻപ് നശിപ്പിച്ചതായും കോൺഗ്രസ് ആവോലി മണ്ഡലം പ്രസിഡന്റ് വാഴക്കുളം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ആവോലി ടൗണിൽ സ്വകാര്യ സ്ഥലമുടമയുടെ അനുമതിയോടെ സ്ഥാപിച്ച ചെറിയ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്ത ശേഷം അവിടെ എതിർ സ്ഥാനാർത്ഥിയുടെ ബോർഡുകൾ സ്ഥാപിച്ചതായും പരാതിയിൽ പറയുന്നു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി +2 വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ആരംഭിച്ചു. വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 2000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സംസ്ഥാന സ്കൂൾ ശാസ്ത്ര സാങ്കേതിക പ്രദർശനങ്ങളിൽ സമ്മാനങ്ങൾ നേടിയിട്ടുള്ള പ്രൊജക്ടുകൾ മേളയുടെ ഭാഗമായി അവതരിപ്പിക്കും. വിവിധ പ്രൊജക്ട് പ്രദർശനങ്ങളിൽ വിജയികളാകുന്നവർക്ക് 25,000 രൂപയുടെ ക്യാഷ് അവാർഡ് നൽകും. അതിനൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഫാബ് ലാബ്, എയറോ ഡൈനാമിക്സ് ലാബ് അടക്കമുള്ള എഞ്ചിനീയറിംഗ് ലാബോറട്ടറികൾ, മെഷീൻ മോഡലുകൾ, ഗെയിമിംഗ് സോണുകൾ, ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവ കോളേജ് ഓപ്പൺ ഡേയുടെ ഭാഗമായി 27-നും 28-നും വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുക്കും. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മറുനാട്ടിൽ നിന്നെത്തി കലോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ അപൂർവ വിശ്വാസ്. ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ നാടോടി നൃത്തത്തിൽ A ഗ്രേഡും കുച്ചിപ്പിടിയിൽ B ഗ്രേഡും കരസ്ഥമാക്കിയാണ് തന്റെ 2ാം സ്കൂൾ കലോത്സവം പശ്ചിമ ബംഗാൾ സ്വദേശിയായ 9ാം ക്ലാസ്സുകാരൻ അപൂർവ അവിസ്മരണീയമാക്കിയത്. മലയാളം പഠിക്കുന്നതിനൊപ്പം നൃത്തവും അഭ്യസിക്കുന്ന അപൂർവയ്ക്ക് മികച്ച പിന്തുണയുമായി സ്കൂളും ഒപ്പമുണ്ട്. സ്കൂളിലെ പ്രധാന അധ്യാപിക ഷെമീന ബീഗവും അധ്യാപകരുമാണ് നൃത്തത്തിലുള്ള വാസന കണ്ടെത്തിയത്. ഇക്കുറി സ്കൂൾ മുൻകൈയെടുത്താണ് അപൂർവയെ നൃത്തം പഠിപ്പിച്ചത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും ഗ്രാമപഞ്ചായത്തിലും സഹോദരിമാർ സ്ഥാനാർത്ഥികൾ. പള്ളിച്ചിറങ്ങര മണിയാട്ടുകുടി പരേതനായ മൊയ്തുവിന്റെ മക്കളാണ് ഇടത് വലത് മുന്നണികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പായിപ്ര ഡിവിഷൻ LDF സ്ഥാനാർത്ഥി സീനത്ത് മീരാനും പായിപ്ര ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി റംല കബീറുമാണ് ഈ സഹോദരിമാർ. ഇരുവരും ഭർത്താക്കന്മാരുടെ രാഷ്ട്രീയത്തിന്റെ ചുവട് പിടിച്ചാണ് LDF UDF സ്ഥാനാർത്ഥികളായി മത്സരരംഗത്ത് എത്തിയത്. BSNL-ൽ നിന്ന് വിരമിച്ച മീരാനാണ് സീനത്തിന്റെ ഭർത്താവ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേഴക്കാപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് PA കബീർ റംലയുടെ ഭർത്താവ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി മതിലും കൃഷിയിടങ്ങളും തകർത്തു. കൊറ്റാലിയിൽ ചെറിയാന്റെ പുരയിടത്തിലെ മതിലും ഗേറ്റുമാണ് കാട്ടാന തകർത്തത്. കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി മതിലും കൃഷിയിടങ്ങളും തകർത്തു. വാവേലി സ്വദേശി കൊറ്റാലിൽ ചെറിയാന്റെ പുരയിടത്തിലെ മതിലും ഗേറ്റുമാണ് തകർത്തത്. സമീപത്തെ മറ്റൊരു പുരയിടത്തിലെ കമുകും മതിലും ഇന്ന് പുലർച്ചെ 4ഓടെ ഇറങ്ങിയ കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട്. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് വാവേലി ഉൾപ്പെടെയുള്ള വനാതിർത്തി പ്രദേശം. ആനശല്യം രൂക്ഷമായിട്ടുണ്ടെന്നും ഫെൻസിംഗ് സംവിധാനം ഉടൻ പൂർത്തിയാക്കുമെന്നും സ്ഥലം സന്ദർശിച്ച ആന്റണി ജോൺ MLA പറഞ്ഞു. പൂർണ്ണമായി ഈ ഫെൻസിംഗ് കടന്നു പോകുന്നതിന് സമീപത്തായി നിൽക്കുന്ന മരങ്ങൾ അത് വെട്ടിമാറ്റാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടപെടൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 5 പ്രാവശ്യം അതിന് ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആ വർക്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറായി മുന്നോട്ട് വന്നില്ല. അതിൻ്റെ തുടർച്ചയിൽ അതിൻ്റെ നേരത്തെ നിശ്ചയിച്ചിരുന്ന റേറ്റിൽ നിന്നും കുറേ മാറ്റം വരുത്തി വീണ്ടും ടെൻഡർ ചെയ്യുന്ന പ്രവൃത്തി അടക്കം നമ്മൾ ഉറപ്പുവരുത്തിയിരുന്നു. അങ്ങനെ ഉറപ്പുവരുത്തുമ്പോഴും ആ വർക്ക് ഏറ്റെടുത്ത് മരങ്ങൾ വെട്ടിമാറ്റുന്ന കാര്യത്തിനകത്ത് ആ വർക്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറായി മുന്നോട്ട് വന്നിരുന്നില്ല.
ഇപ്പോൾ വീണ്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് ഫലപ്രാപ്തിയിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആ വർക്ക് പൂർത്തീകരിച്ചാൽ വളരെ ഫലപ്രദമായി തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് പല പ്രദേശങ്ങളിലും ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ഹാങ്ങിങ് ഫെൻസിങ് ഈ ആനശല്യത്തെ, വന്യമൃഗ ശല്യത്തെ നല്ല നിലയിൽ പ്രതിരോധിക്കാൻ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഏതായാലും ഇത്ര ദൂരത്തിലാണ്, ഓൾഡ് ഭൂതത്താൻകുട്ട് മുതൽ പാണിയേലിപ്പോര് വരെ പിണ്ടിവനയും കോട്ടപ്പടിയും വേങ്ങൂർ പഞ്ചായത്തുകളെ കവർ ചെയ്യുന്ന ഒരു വലിയ വർക്കാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സാങ്കേതിക തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് ആരംഭിച്ചിട്ടുള്ള വർക്ക് വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ മരങ്ങൾ വെട്ടിമാറ്റുന്നത് അടക്കമുള്ള പ്രവർത്തനം അത് വേഗത്തിലാക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. രാത്രിയും പുലർച്ചെയും ആനകൾ റോഡിലിറങ്ങുന്നത് കൊണ്ട് പേടി മൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസിയായ എബി എബ്രഹാം പറഞ്ഞു. എന്നും ആന ആ ഭാഗത്തോട്ട് തന്നെ വന്നെ. ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ ബൈക്ക് വെച്ച് ഇങ്ങോട്ട് ഓടി കയറാറുണ്ട് ഈ സോളാർ വെട്ടത്തിൽ കുരിശിൻ്റെ. അങ്ങനെ പലവണയായിട്ടും പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് കാര്യങ്ങൾ അത് പറയാം, അംഗീകരിക്കാൻ ചോദിച്ചിട്ടെല്ലാം കൂടി ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഒരു 10-18 പോസ്റ്റ് ഇട്ട് തന്ന് ലൈറ്റ് ഇട്ട് തന്നു. അതിന് ഞങ്ങൾക്ക് വളരെ ഗുണം. ഞങ്ങളുടെ പിള്ളേർ സ്കൂളിൽ പോകണ മക്കളെ അവിടെയുള്ള 10-12 വീട്ടുകാർ ജോലി കഴിഞ്ഞ് എല്ലാവരും ഒരു സമയം കഴിഞ്ഞാൽ വന്നെ. കാരണം വെളുപ്പിന് ഞാൻ ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ്. ഞാൻ ഇവിടുന്ന് 5 മണിക്ക് പോകണേ. ആ സമയത്ത് ആനേനെ പേടിച്ചാൽ കാണുന്നു. ആനയെ ഇട്ടിട്ട് ഞാൻ ഓടിയിട്ടുണ്ട് ബൈക്ക്. എന്നിട്ട് ഫോറസ്റ്റുമാരുടെ സാന്നിധ്യത്തിൽ നമ്മളെ കടത്തി വിട്ടാണ്. അവർ ഫോറസ്റ്റിലെ വാച്ചർമാരും ഫോറസ്റ്റുമാരും അവിടെ നിന്ന് വിളിച്ചു വരുത്തും. അവർ വന്ന് നമ്മളെ കടത്തി വിടണേ. അപ്പം അത്രയും ഡേഞ്ചറായ പ്രശ്നമാണ്. പിന്നെ നമ്മുടെ സോളാർ സമയം ചെയ്തു, തൂക്ക് ഫെൻസിങ് ചെയ്തു. അത് കുറച്ച് വർക്ക് ചെയ്ത് പകുതിയായി കഴിഞ്ഞപ്പോൾ അവർ ചാർജ് ചെയ്തിട്ടില്ല. അത് ചെയ്തോടത്തോളം ആന സൈഡിൽ നിൽക്കുന്ന മരം തള്ളിയിട്ട് ഫെൻസിങ് കളഞ്ഞു. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ചെയ്ത് വെച്ചോടത്തോളം നിങ്ങൾ ചാർജ് ചെയ്യുക, അപ്പോൾ പിന്നെ പോകില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പകുതിയോളം ചെയ്ത് വെച്ച് കുറച്ചൊക്കെ ആന തട്ടി. പിന്നെ ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റണം. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇത് കിട്ടാണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല, മരങ്ങൾ മുറിക്കാൻ പറ്റില്ല ഫോറസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആ മരം മുറിച്ച് മാറ്റാനൊക്കെ ആയിട്ട്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പകലും കാട്ടാനെത്തിയിരുന്നു. ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.